ജാർഖണ്ഡിലേക്ക് കൂടി പോകുമ്പോൾ ജാർഖണ്ഡിലും ഏകദേശം ആ രീതിയിലുള്ള ഒരു ചിത്രം തന്നെയാണ്. ജാർഖണ്ഡിലെ വരുമ്പോൾ 14 സീറ്റിനകത്തുള്ളതിൽ NDA തന്നെ 9 മുതൽ 12 സീറ്റ് മേധാവിത്വം NDA നിലനിർത്തും. ഇന്ത്യ മുന്നണി 2 മുതൽ 5 വരെ എന്നതാണ് ജാർഖണ്ഡിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. ജാർഖണ്ഡിൽ 9 മുതൽ 12 വരെ സീറ്റുകളാണ്. അതായത് കഴിഞ്ഞ 11 കിട്ടിയ BJPക്ക് അതിൽ കൂടുതൽ കിട്ടാനുള്ള ഒരു സാധ്യത കുറയാനും സാധ്യതയുണ്ട്. 9 മുതൽ 12 എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ BJPക്ക് സീറ്റുകൾ കുറഞ്ഞേക്കാം എന്നുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനാകുന്നില്ല. 5 എന്ന് പറയുമ്പോൾ അതിൽ കോൺഗ്രസ് ഉണ്ട്, JMM ഉണ്ട്, AJC ഉണ്ട്. സ്വാഭാവികമായിട്ടും ഈ സോറന്റെ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങളൊക്കെ ഒരു പക്ഷേ ഇതിൽ കൂടുതൽ അവിടെയും സംസ്ഥാന തെരഞ്ഞെടുപ്പിന്റെ ഒരു അലയൊലി നടക്കുന്ന ഒരു സമയമാണ്. ആ ഒരു പ്രതീക്ഷ ഏത് തരത്തിലാണ് എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവർക്ക് ഒരു ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് നൽകും എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അവിടെ 5 ഒതുങ്ങുമെന്നാണ് എക്സിറ്റ് പോൾ മുഖ്യമന്ത്രിമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ നേതാക്കളുടെ അറസ്റ്റ് ചർച്ച ചെയ്യപ്പെട്ട 2 സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു. കൽപ്പന സോറനൊക്കെ വലിയൊരു നേതാവായി പെട്ടെന്ന് ഇമർജ് ചെയ്ത് വരുന്നതൊക്കെ ജാർഖണ്ഡ് കണ്ടതാണ്. പക്ഷേ അതൊന്നും വോട്ടായി മാറുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ജാർഖണ്ഡിലും ഇത്തവണ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേട്ടത്തിൽ കാര്യമായ കുറവുണ്ടാകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കുറഞ്ഞു പോയാൽ പോലും, അതായത് BJPക്ക് തിരിച്ചടി ഉണ്ടായാൽ പോലും അവിടെ 9 സീറ്റുകൾ എങ്കിലും നേടാൻ സാധിക്കും BJPക്ക് NDAക്ക് എന്നുള്ളതാണ് ഞങ്ങളുടെ എക്സിറ്റ് പോൾ ഫലം വരുന്നത്. അത് 12 സീറ്റ് ആവുകയാണ് എങ്കിൽ കഴിഞ്ഞ തവണത്തേത്, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പ്രകടനമായി അത് മാറും എന്നുകൂടിയാണ് വിലയിരുത്തപ്പെടേണ്ടത്. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം 2 മുതൽ 5 വരെ സീറ്റുകൾ നേടാനുള്ള സാധ്യതയും ഈ എക്സിറ്റ് പോൾ തള്ളിക്കളയുന്നില്ല. ഇതിനകത്ത് ആ തരത്തിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുൻതൂക്കം വരുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഈ ലോക്സഭ ഇത് തിരിച്ചടിക്കും എന്നുള്ളൊരു പ്രസ്താവനകളൊക്കെയാണ് JMM ഒക്കെ നടത്തിയിരുന്നത്. അങ്ങനെ നിൽക്കുന്ന ഇടം താഴ്ന്നു പോകുന്നൊരവസ്ഥ BJPയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന രാഷ്ട്രീയത്തിലും ഇല്ല. അങ്ങനെ ഒരു ആത്മവിശ്വാസം ഈ ഒരു സർവേ തരുന്നുണ്ടോ? കൃഷ്ണദാസ്, ഞാൻ ചോദിക്കുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന രാഷ്ട്രീയത്തിലും ആ ഒരു ആത്മവിശ്വാസം. ജാർഖണ്ഡിനെ സംബന്ധിച്ച് BJPക്ക് ഏകദേശം 50%-51% വോട്ട് ഷെയർ ശരാശരി ഏത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഘടനാപരമായി രാഷ്ട്രീയപരമായി അടിത്തറയുള്ള ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അവിടെ BJPക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ NDAക്ക് ഉണ്ടായിരുന്ന 12 സീറ്റുകൾ, ആ 12 സീറ്റുകളിൽ ഒരു കുറവ് സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല ഈ തെരഞ്ഞെടുപ്പിലും. മാത്രമല്ല ജാർഖണ്ഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് JMMന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും അതുപോലെ തന്നെ അഴിമതി നിറഞ്ഞിട്ടുള്ള ഭരണത്തിനെതിരെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന കാര്യത്തിലാണെങ്കിലും BJP എടുത്തിട്ടുള്ള NDA എടുത്തിട്ടുള്ള നിലപാടുകൾ അത് കുറച്ചുകൂടി സുശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അംഗീകരിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ എക്സിറ്റ് പോൾ പറയുന്നതനുസരിച്ച് NDAക്ക് സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്നത് പോലും ഒരു പക്ഷേ യഥാർത്ഥത്തിൽ അതിന്റെ റിസൾട്ടിലേക്ക് വരുമ്പോൾ ദേശീയ ഗവൺമെന്റ് എന്നുള്ള നിലയിലേക്ക് തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതിൽ കുറവൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ വ്യത്യാസവും ഉണ്ടാകാൻ പോകുന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് BJPക്ക് ജാർഖണ്ഡിൽ ഈ തവണ ഏകദേശം ഒരു 4%-5% വോട്ട് പെർസെന്റേജ് കൂടുമെന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിരിക്കും റിസൾട്ട്. എന്ന് പറഞ്ഞാൽ ഒരു സ്വീപ്പിംഗ് ഉണ്ടായാലും തെറ്റ് പറയാൻ പറ്റാത്തൊരു സംസ്ഥാനമായി ജാർഖണ്ഡ് മാറും. അങ്ങനെ ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് പോലും പോയേക്കാം എന്നുള്ളതാണ് BJP പ്രതിനിധിയുടെ പ്രതീക്ഷ. 14 സീറ്റുകൾ ഉള്ള ജാർഖണ്ഡിൽ 14 സീറ്റിന് വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ എക്സിറ്റ് പോൾ പോലും പറയുന്നത് ഏറ്റവും കൂടിയാൽ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ നേട്ടം ഉണ്ടാക്കാൻ 12 വരെ സീറ്റ് അവിടെ നേടാൻ കഴിയുമെന്നതാണ്. നമുക്കറിയാം എക്സിറ്റ് പോളിനേക്കാൾ കൂടുതൽ വിജയം കഴിഞ്ഞ തവണ എക്സിറ്റ് പോളുകളുടെ ശരാശരിയേക്കാൾ കൂടുതലായിരുന്നു യഥാർത്ഥ ഫലം വന്നപ്പോൾ NDAക്ക് അതിനേക്കാൾ വലിയ സീറ്റുകളുടെ നേട്ടം ഉണ്ടാക്കാൻ NDAയെ സംബന്ധിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ വിശ്വാസം അത് അടിസ്ഥാനമില്ലാത്തതല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു പക്ഷേ ഫലം എക്സിറ്റ് പോളിനേക്കാൾ മുന്നിലേക്ക് എത്തിയേക്കാം എന്ന അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സിബി സത്യൻ കൂടിയാണ് ചേരുന്നത്. സിബി സത്യൻ, ഞങ്ങൾ ന്യൂസ് 18 മെഗാ എക്സിറ്റ് പോളിന്റെ ഫലം ഘട്ടം ഘട്ടമായി പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 346 സീറ്റുകളിലെ ഫലം ആണ് ഇതുവരെ പുറത്തുവിടുന്നത്. അപ്പോൾ തന്നെ 217 മുതൽ ഏതാണ്ട് 244 സീറ്റുകൾ വരെ NDA നേടിയേക്കാം. ഇന്ത്യ മുന്നണിയും ശക്തമായി മുന്നേറ്റം നടത്തുന്നുണ്ട്. 99 മുതൽ 131 വരെ എന്നുള്ളതാണ് കണക്കുകൾ. മറ്റുള്ളവർ 17 മുതൽ 19 വരെ എന്നുള്ള കണക്കുകളിലേക്ക് പോകുന്നു.
ശ്രദ്ധിക്കുക, എടുത്തു പറയേണ്ടി വരുന്നത് 346 സീറ്റുകളിലെ ഫലം വരുമ്പോഴാണ്. താങ്കൾക്ക് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ടോ, അതിൽ വിയോജിപ്പുണ്ടോ? നിലവില് ഈ പറഞ്ഞ പോലെ എല്ലാ സർവേകളും ഏറെക്കുറെ BJP-യുടെ അല്ലെങ്കിൽ NDA മുന്നണിയുടെ തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ പല സർവേകളും വളരെ വളരെ വിചിത്രമായ അവകാശവാദങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എന്നാണ് നിലവിൽ നമുക്ക് തോന്നുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചില സർവേകൾ മുൻകാലങ്ങളിൽ കൃത്യമായിട്ട് പ്രവചിച്ച ചില സർവേകളുണ്ട്, അവയുടെ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും വളരെ വളരെ മോശപ്പെട്ട ഒരു ഫലം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് എതിരായിട്ടുണ്ടാകുമെന്ന് ഇപ്പോഴും കരുതുന്നില്ല. കാരണം NDA സഖ്യം 300-ന്റെ അകത്ത് നിൽക്കും, അല്ലെങ്കിൽ 300-310 എന്ന ലെവലിനകത്ത് നിൽക്കും. അധികാരം കിട്ടുമായിരിക്കും, പക്ഷെ എപ്പോഴും സഖ്യത്തിന്റെ സീറ്റ് എണ്ണത്തിന്റെ അത്ര ഭീകരമായ ഒരു വർധന ഉണ്ടാവില്ല എന്നാണ് മൊത്തത്തിലുള്ള വിലയിരുത്തൽ. അപ്പോഴും താങ്കൾ പറയുന്നത്, അതായത് കഴിഞ്ഞ 2019 303 സീറ്റുകളായിരുന്നല്ലോ ലഭിച്ചിരുന്നത് ബിജെപിക്ക് മാത്രം. അത് അതിന് NDA സഖ്യമായി മാറുമ്പോൾ 330 എന്നാണോ താങ്കൾ സൂചിപ്പിക്കുന്നത്? അല്ല, ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇത്തവണ BJP-ക്ക് കേവല ഭൂരിപക്ഷം മാർക്ക് BJP കടക്കില്ല എന്ന കാര്യത്തിലാണ്. ഓഫ് കോഴ്സ് അഭിപ്രായ സർവേകൾ കുറെ കൂടെ കൃത്യമായ സൂചകങ്ങളാകാം, അല്ലെങ്കിൽ കുറെ കൂടെ നല്ല ഗ്രൗണ്ട് വർക്കും നല്ല റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ വരുന്നവയാണ്. അതുകൊണ്ട് അവയുടെ കണ്ടെത്തലുകളെ പൂർണ്ണമായി തള്ളിക്കളയാൻ ഒരിക്കലും പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ അതിനകത്തൊരു 25-30% വരെ നമ്മൾ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു വേരിയേഷൻ നമ്മൾ വെക്കണം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്നത് പോലെ ഒരു 20% വേരിയേഷൻ ഉണ്ടായാൽ തന്നെ ആ വേരിയേഷൻ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണെങ്കിൽ BJP-ക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്ന് തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ 346 സീറ്റിലെ ഫലം മാത്രമാണ് ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ളത്. CP സത്യൻ, അതായത് തിരിച്ചടി ഉണ്ടായേക്കാം എന്ന് വിചാരിച്ച സ്ഥലങ്ങൾ, BJP-ക്ക് NDA-ക്ക് തിരിച്ചടി ഉണ്ടായേക്കാം എന്ന് കരുതിയ സ്ഥലങ്ങൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണെങ്കിൽ, ഡൽഹി ആണെങ്കിൽ, പഞ്ചാബ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള റിസൾട്ടുകളാണ്. ഇനി പറയാൻ പോകുന്നതൊക്കെ കൂടുതൽ BJP പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളാണ്. അതായത് വലിയ തിരിച്ചടി ഉണ്ടായേക്കാം എന്ന് കരുതുന്നിടത്ത് വലിയ തിരിച്ചടി ഉണ്ടാകുന്നില്ല എന്ന തരത്തിലുള്ള റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളുടെ കണക്കനുസരിച്ച് ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഉത്തർപ്രദേശ്, ബീഹാർ നമ്മൾ കടക്കുമ്പോൾ ആദ്യത്തെ ഒരു ഘട്ടം ഫലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്തത് ബീഹാറിലേക്കാണ് കടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഓക്കെ